ഇടതുകോട്ടയായ മലമ്പുഴ നിലനിർത്തുക എന്ന ദൗത്യത്തോടുകൂടിയാണ് LDF സ്ഥാനാർത്ഥിയായിട്ടുള്ള എ പ്രഭാകരൻ മത്സരരംഗത്തിറങ്ങുന്നത്. സ്ഥാനാർത്ഥി തന്നെ ഇപ്പോൾ അമൃത വാർത്തകളോടൊപ്പം ചേരുകയാണ്. ഇനി അധിക ദിവസങ്ങളില്ല, വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. പ്രചരണം എങ്ങനെയാണ് പോകുന്നത്? ആളുകളുടെ ഒരു പ്രതികരണം എങ്ങനെയാണ്? നല്ല നിലയ്ക്ക് തന്നെ പോകുന്നുണ്ട്. ആളുകളുടെ പ്രതികരണം എന്ന് പറഞ്ഞാൽ അവർ ഇടതുപക്ഷത്തിൻ്റെ ഒരു പ്രധാന ശക്തി ദുർഗമായിട്ടാണ് ജനങ്ങളൊക്കെ നിൽക്കുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് പ്രതികരണം പറഞ്ഞാൽ ഇടതുപക്ഷത്തെ ജയിപ്പിക്കാൻ നാളെ പോളിംഗ് കിട്ടിയാൽ അത് ശരിയാക്കാൻ പറഞ്ഞിട്ട് അവർ നിൽക്കുന്നത്. ഈ പ്രചരണത്തിന് ഇറങ്ങുമ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ് പ്രചരണത്തിനായിട്ട്? കഴിഞ്ഞ 5 വർഷക്കാലം ഈ മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കാൻ ഇടതടവില്ലാതെ ഞാൻ ഇടപെട്ടിട്ടുണ്ട്. എല്ലാ സ്കൂളുകൾക്കും പുതിയ കെട്ടിടങ്ങൾ, അംഗനവാടി കെട്ടിടങ്ങൾ, റോഡുകൾ, പാലങ്ങൾ, അങ്ങനെ ഒട്ടനവധി വികസന പ്രവർത്തനം എന്താ പറയുക, മണ്ഡലത്തിലെ ഒരുപക്ഷെ ഈ മണ്ഡലം ഉണ്ടായതിനു ശേഷം ഇത്രയധികം വികസന പ്രവർത്തനങ്ങൾ നടന്ന ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. അപ്പോൾ അതിലൊക്കെ ഇടപെടാൻ വല്ലാതെ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ അംഗീകാരം നാട്ടുകാർക്കുണ്ട്. കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ, അതുപോലെ എല്ലാ കാര്യങ്ങളിലും ഇടപെടാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ മലമ്പുഴ എന്ന് പറയുമ്പോൾ VS-നെ ചേർത്ത് നിർത്തിയിട്ടുള്ള മണ്ണാണ്. പക്ഷേ ഇത്തവണ UDF-ൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് VS-ൻ്റെ PA ആയിരുന്ന സുരേഷാണ്. അത് ഏതെങ്കിലും തരത്തിൽ പാർട്ടിയെ ബാധിക്കുമോ? അതെന്തെങ്കിലും തരത്തിലൊരു നെഗറ്റീവായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ടോ? VS-ൻ്റെ പ്രതിനിധിയായും VS-ൻ്റെ സന്തത സഹചാരിയായും 20 വർഷക്കാലം ഈ മണ്ഡലത്തിൽ പ്രവർത്തിച്ച ഒരാളാണ് ഞാൻ. അയാൾ ശമ്പളം വാങ്ങി ജോലിയെടുത്തതാണ്. VS-നെ തന്നെ ഒറ്റുകൊടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് അയാളെ പുറത്താക്കിയത്. ഞാനും എങ്ങനെ സമമാകുക? അപ്പോൾ അതുകൊണ്ട് അതിൽ അർത്ഥമില്ലാത്തൊരു ചോദ്യമാണത്. രണ്ടും രണ്ടാണ്. ഈ ഒരു മലമ്പുഴ മണ്ഡലത്തിലൊരു ശക്തമായ മത്സരമുണ്ട്. BJP-യുടെ സ്ഥാനാർത്ഥിയുണ്ട്. തുടർച്ചയായി മത്സരിക്കുന്ന ഒരു വ്യക്തിയാണ്. 2ാം സ്ഥാനത്തൊക്കെ എത്തിയിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ളൊരു വെല്ലുവിളിയുണ്ടോ? കുറച്ച് പണവും കുറേ നുണപ്രചരണം ഉണ്ടെങ്കിൽ ഏത് ജനവിധിയെയും അട്ടിമറിക്കാവുന്ന അഹങ്കാരമാണ് BJP-ക്ക്. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം. സാധാരണഗതി റെയിൽവേ ഓവർബ്രിഡ്ജ് കെട്ടേണ്ടത് റെയിൽവേ ആണ്, കേന്ദ്ര ഗവൺമെൻറ്റാണ്. ഇവിടെ പൂർണ്ണമായി അതിൻ്റെ ചെലവ് നിർവഹിച്ചത് സംസ്ഥാന ഗവൺമെൻറ്റാണ്. 10-60 കോടി ഉറുപ്പ്യ ചെലവ് ചെയ്ത് അത് ഉദ്ഘാടനത്തിന് എത്തി നിൽക്കുകയാണ്. പണി പൂർത്തിയാകാറായി. ഇനിയിപ്പോൾ വളരെ ചുരുക്കം പണിയേ ഉള്ളൂ. നാട് മുഴുവൻ ബോർഡ് വെച്ച് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അകത്തെ തര റെയിൽവേ മേൽപ്പാലം യാഥാർത്ഥ്യമാക്കാൻ BJP-ക്ക് വോട്ട് വേണമെന്നാണ് പറയുന്നത്. എന്തെങ്കിലും ഒരു ശ്രമം അതിനുവേണ്ടി അവർ നടത്തിയിട്ട് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. പൂർത്തിയാകാനിരിക്കുന്ന ഒരു പദ്ധതി അത് യാഥാർത്ഥ്യമാകാനെന്ന് പറഞ്ഞാൽ ജനങ്ങളെ കബളിപ്പിക്കുകയല്ലത്. അതാണ് BJP-ൻ്റെ പ്രചരണ തന്ത്രം. എന്താ നമ്മൾ പറയുക? നിലവിലേതായാലും പൂർണ്ണമായ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. എന്ത് സംശയം? നിങ്ങൾക്ക് അങ്ങനെ തോന്നിയോ? മണ്ഡലത്തിൽ സന്ദർശിക്കുമ്പോൾ തോന്നിയോ? എന്നാൽ പിന്നെ ശരി, ഓക്കെ. പൂർണ്ണമായ ആത്മവിശ്വാസത്തിൽ ഇടതുകോട്ട അതേപോലെ തന്നെ നിലനിർത്താൻ സാധിക്കുമെന്ന വിശ്വാസത്തിൽ തന്നെയാണ് പ്രഭാകരൻ മത്സരത്തിനിറങ്ങുന്നത്. ക്യാമറാമാൻ സുനിൽകുമാറിനൊപ്പം ആതിര രാധാകൃഷ്ണൻ, അമൃത ന്യൂസ്, പാലക്കാട്.